നിങ്ങൾ പല ആൾക്കാരും പഠിക്കാനൊക്കെ നല്ലപോലെ ആഗ്രഹിക്കുന്നൊക്കെ ആൾക്കാരായിരിക്കും. പക്ഷേ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് പഠിച്ചാലും പലപ്പോഴും നമ്മൾ പഠിച്ച ആ ഒരു ഹാർഡ് വർക്കിൻ്റെ അത്ര മാർക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെപ്പോലൊന്നും അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കാതെ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് നല്ലപോലെ നമ്മളെക്കാൾ കൂടുതൽ മാർക്സ് വാങ്ങിക്കുന്നത് നമ്മളെ ചിലപ്പോൾ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അപ്പോൾ അവിടെ എന്താണ് ഡിഫറൻസ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷേ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്യാൻ അറിയില്ല. ഓക്കെ, അപ്പോൾ ഹാർഡ് വർക്കിൻ്റെ കൂടെ നമുക്ക് സ്മാർട്ട് വർക്കും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ചതിന് ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കും, പക്ഷെ അതിന് നമുക്കൊരു റിസൾട്ട് കിട്ടാത്തൊരവസരം വരും. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിക്കും, പക്ഷെ ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, നമ്മളതൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ, നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചിലപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കുന്ന എന്താണ്, ഒരു 5 മണിക്കൂറൊക്കെ ഇരുന്ന് ഇങ്ങനെ ലോങ് അവേഴ്സ് ഇരുന്ന് പഠിക്കും. പക്ഷെ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് നല്ല കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഒരു 45 മിനിറ്റ്സ് ഒക്കെയാണ് നിൽക്കാൻ വേണ്ടി പറ്റുക കണ്ടിന്യൂസ് ആയിട്ട്. അത് കഴിഞ്ഞൊരു ബ്രേക്ക് കിട്ടുന്ന റിഫ്രഷ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ബ്രെയിൻ വീണ്ടും പണ്ടതുപോലെ ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ ആ ഒരു ടൈം പീരിയഡ് ആയിക്കോട്ടെ, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെ കുഞ്ഞു കുഞ്ഞു സ്ലോട്ടുകളാക്കി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ലോട്ടുകളാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ആ കുറച്ച് കാര്യം ഇപ്പം ഇന്നിപ്പോൾ ഒരു 25 മിനിറ്റിൽ ഞാൻ ഈ ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു 1 അവറിൽ ഞാൻ ഇതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും പഠിച്ചാൽ മതി, നമുക്കൊരു ഇത്ര പഠിച്ചാൽ മതിയല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരും. പിന്നെ ആ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നമ്മൾ പിന്നെ ഒന്ന് ബ്രേക്ക് എടുത്ത് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒന്നുകൂടി റീഫ്രഷ്ഡ് ആയിട്ടാണ് അടുത്ത ടോപ്പിക്ക് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ ചപ്പാത്തി തന്നു, അല്ലെങ്കിൽ ഒരു പൊറോട്ട തന്നു. ആ പൊറോട്ട മുഴുവൻ ഒറ്റയടിക്ക് നിങ്ങൾ വിഴുങ്ങാൻ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഡൈജഷൻ നടക്കൂല, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല അല്ലേ. നേരെ മറിച്ച് നിങ്ങൾ ആ പൊറോട്ടേനെ അങ്ങനെ പീസാക്കി മാറ്റി ആ പൊറോട്ടയും ബീഫ് കറിയും അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ കൂട്ടി കുഴച്ച് അതൊന്നും ഇങ്ങനെ പരുവത്തിലാക്കി ഇങ്ങനെ ഓരോന്ന് ആസ്വദിച്ച് കഴിക്കുകയാണെങ്കിലോ, അപ്പോൾ അത് നമുക്ക് വായിൽ വെള്ളം വരുന്നില്ലേ. സോ അതേപോലെ നിങ്ങൾ എൻജോയ് ചെയ്ത് ടൈം സ്ലോട്ട് വെച്ച് പഠിക്കാനുള്ള കാര്യത്തിന് ബ്രേക്ക് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ചങ്ക്സ് ആക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്ത് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ നല്ലപോലെ ഓർമ്മയിൽ നിൽക്കാനും നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ കാര്യമാണ് നമ്മളൊരു ഡെഡ് ലൈൻ വെക്കുക എന്നുള്ളത്. എപ്പോഴും നമുക്ക് എന്താണ്, ഇന്ന് പഠിക്കാനിരിക്കുമ്പോഴേക്കും നാളെ പഠിച്ചാലോ, നാളെ പഠിക്കാനിരിക്കുമ്പോഴേക്കും മറ്റന്നാൾ നല്ല ദിവസമാണ്, മറ്റന്നാളെ പഠിക്കാനിരിക്കുമ്പോഴേക്കും തിങ്കളാഴ്ച തുടങ്ങാം അല്ലേ. നമ്മളിങ്ങനെ മാറ്റി വെക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവും. അപ്പോൾ പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എക്സാമിൻ്റെ തലേ ദിവസം നമ്മൾ പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കും. അതെന്തുകൊണ്ടാണ്? കാരണം നമുക്ക് അവിടെ ഒരു ഡെഡ് ലൈൻ ഉണ്ട്, നാളെ നമുക്ക് ഈ പടികൾ പഠിച്ച് എക്സാം എഴുതണം അല്ലേ. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഡെഡ് ലൈൻ കൊടുക്കുക, ഇന്നത്തെ ദിവസത്തിനുള്ളിൽ ഈ ടോപ്പിക്ക് തീർക്കണം. അപ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് നമുക്ക് അതിലിരിക്കാത്തൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ വരും. സോ അങ്ങനെ ഡെഡ് ലൈൻ കൊടുക്കുക. മൂന്നാമതായിട്ട് നല്ലപോലെ പ്ലാൻ ചെയ്യുക. അതായത് പ്ലാൻ ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ മാത്സിലെ 5 ചാപ്റ്റർ പഠിക്കും, സോഷ്യൽ സയൻസിലെ 10 ചാപ്റ്റർ പഠിക്കും. അങ്ങനത്തെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാൻസ് വെക്കാതെ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. ഇന്ന് ഞാൻ മാത്സിലെ ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക്ക് പഠിക്കും, വൈകിട്ട് സയൻസിലെ ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക്ക് പഠിക്കും, രാത്രി ഞാൻ ഈ ഹോംവർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്മോൾ ഗോൾസ് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡേ പ്ലാൻ ചെയ്യാം. ദെൻ അടുത്തത് എപ്പോഴും ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുക. ദാറ്റ് ബ്രേക്സ് ഷുഡ് ബി സോഷ്യൽ മീഡിയ ഫ്രീ ബ്രേക്ക്. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞില്ലേ കുറച്ചായിട്ട് പഠിക്കാമെന്നുള്ള, കുറച്ചായിട്ട് ഇപ്പോൾ ഒരു 25 മിനിറ്റോ 45 മിനിറ്റോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക, 5 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ. ആ ബ്രേക്ക് ഒരിക്കലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുപോകുന്ന ബ്രേക്ക് ആവരുത്. കാരണം സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, റീൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റിൽ നിൽക്കാൻ പറ്റില്ല. ഈവൻ വാട്സാപ്പിലും ചാറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ 5 മിനിറ്റ് 10 മിനിറ്റ് ആവും, 10 മിനിറ്റ് 15 ആവും, 15 അരമണിക്കൂറാവും, 1 മണിക്കൂറാവും, 2 മണിക്കൂറാവും. കുറച്ച് കഴിഞ്ഞ് സമയമൊക്കെ കഴിഞ്ഞ് നമുക്ക് കണ്ണൊക്കെ വേദനിക്കുമ്പോൾ തലയൊക്കെ ഒന്ന് കറങ്ങുമ്പോഴാണ് അയ്യോ ഞാൻ പഠിക്കുകയായിരുന്നു എന്നുള്ളൊരു റിയലൈസേഷൻ എത്താം. സോ അവിടേക്കൊന്നും പോകാതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെയുള്ള ജസ്റ്റ് എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കുകയോ, ചായ കാപ്പി അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും കുടിക്കുകയോ, ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുകയോ, ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഇരിക്കുകയോ, ഓക്കെ, ഒന്ന് വെള്ളമൊക്കെ കുടിക്കുകയോ, ഒന്ന് മുഖമൊക്കെ കഴുകുകയോ, അങ്ങനെ ഒന്ന് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ബ്രേക്ക് എടുക്കാം. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ്, ഓൾവേസ് റീകളക്ട് തിങ്സ് ദാറ്റ് യു ഹാവ് സ്റ്റഡീഡ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക. ഓക്കെ, ഒന്നെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതുക,
അല്ലെങ്കിൽ ബുക്കിലെടുത്ത് കൈവച്ച് മറച്ചു പിടിച്ചതിന് ശേഷം എന്താണെന്ന് പറഞ്ഞ് നോക്കുക, ഒരു കോൺസെപ്റ്റ് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. അതും പഠിച്ച ദിവസം തന്നെ കിടക്കുന്നതിന് മുമ്പ് ചെയ്യണം, ഒരു 2 days കഴിഞ്ഞിട്ട് ചെയ്യണം, പിന്നെ ഒരു 4 days or 5 days കഴിഞ്ഞിട്ട്, അങ്ങനെ ഒരു 3 times റിവിഷൻ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ പഠിച്ചതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് പേപ്പറിൽ എത്തിക്കാൻ പറ്റുക. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതേക്കെ പോലെ നല്ലപോലെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തണം അല്ലേ. അപ്പോൾ അങ്ങനെ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഒക്കെ വരുത്തി എൻ്റെ മക്കൾക്ക് നല്ലപോലെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ.